വരട്ടാ, ഞാൻ ബാഗ് വണ്ടി വെച്ചിട്ട് വരാം. ആ ചെക്കൗട്ട് ആണോ സാർ? അതെ. ഒരു മിനിറ്റ് സാർ, ബില്ല് ഇപ്പൊ ചെയ്യാം. ആ വരട്ടാ, എന്തു പറ്റി? ബില്ല് റെഡിയാക്കോ? ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ദാ കഴിഞ്ഞു സാർ. ആ ദാ സാർ ബില്ല്. സാർ, ഒരു കാര്യം കൂടി. സാറ് ഹാപ്പി ആണല്ലോ അല്ലേ? സാർ, ഇവിടുത്തെ സ്റ്റേ ആൻഡ് സർവീസിൽ ഹാപ്പി ആയിരുന്നെങ്കിൽ ഒരു റിവ്യൂ ഇടാമോ സാർ, പ്ലീസ്? ഗോവർദ്ധ, താ ഹാപ്പി അല്ലേ? അതേപോലെ ഏട്ടാ. ആ എന്നാ പിന്നെ റിവ്യൂ കൊടുത്തിട്ട് വാ, ഞാൻ വണ്ടി കാണും. ദാ ചാവി. ഞാനേ ഹാപ്പി അല്ലേ എന്ന്. സാർ, റിവ്യൂ. താൻ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ? സത്യം പറഞ്ഞാല് ഇല്ല വരട്ടാ. എന്നാ പറ്റി? തലക്കകത്ത് ഒരു കടന്നൽ കൂടിയിരിക്കുന്ന പോലെയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണോ തന്റെ ഉറക്കം കെടുത്തിയത്? ആ അതെ. അത് പറഞ്ഞേക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഞാനൊരു കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞതല്ലേ. താനല്ലാതെ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? കെട്ടുകഥയൊന്നുമില്ല ബാലട്ടൻ പറഞ്ഞത്. ആണടോ. മുമ്പൊരിക്കൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയുടെ കഥ പറഞ്ഞില്ലേ? ആ സ്ത്രീ പ്രസവിച്ച കുട്ടിയാണ് അലീന എന്നൊക്കെ. അവളുടെ അച്ഛൻ ഞാനാണെന്നും. അതുപോലൊരു കഥയാ ഇതും. എനിക്ക് കഥകൾ ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. ഇനി ആ ലൈനൊന്ന് പരീക്ഷിച്ചു നോക്കാം. സിനിമാക്കാർക്ക് കൊടുത്ത നല്ല കാശ് കിട്ടും. ബാലട്ടനെ പറ്റിക്കൊന്നും നോക്കണ്ട. ബാലട്ട് ഇന്നലെ എന്നോട് പറഞ്ഞത് കള്ളക്കഥയൊന്നുമല്ല, സത്യസന്ധമായ സംഭവങ്ങളാണ്. താൻ ഇന്നലെ മദ്യവെച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നലെ അല്ല, മെനഞ്ഞാന്ന് കൂനൂരിലെ ബാറി വെച്ച്. ഇന്നലെ മദ്യവെച്ചതേ ഞാനല്ല, ബാലട്ടനാ. എന്നോട് കഥയും പറഞ്ഞിട്ട് ബാറിൽ പോയി അടിച്ച് ഫിറ്റായി വന്നു കിടന്നു. തന്നെ വിളിച്ചതല്ലേ? ഇന്നലെ വിളിച്ചാലും ഞാൻ വരത്തില്ലായിരുന്നു. മദ്യത്തെക്കാളും തലയുടെ വെളിവ് കെടുത്തുന്ന മയക്ക് വെടിയാ ബാലട്ട് നല്ല പൊട്ടിച്ചത്. അതൊക്കെ എന്റെ ഒരു തമാശയല്ലേടോ. ബാലട്ടൻ ഇനി ഇത് തമാശയാണെന്ന് പറഞ്ഞ് എന്നെ ഫോളോ ആക്കണ്ട. ഇന്നലെ രാത്രി ഞാൻ ഓരോന്നും കാര്യകാരണ സഹിതം ആലോചിച്ച് നോക്കി. ബാലട്ടൻ പറഞ്ഞെല്ലാം സത്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, ഞാനിത്രയല്ലേ പറഞ്ഞുള്ളൂ. അലീന നമ്മൾ ഇന്നലെ കുളത്തൂപ്പുഴ പോയി കണ്ട സ്റ്റാൻലി ജോസഫിന്റെ മകളാണെന്ന്. അത് മാത്രമല്ല, വൈദ്യ ചേച്ചിയുടെ മോളാണെന്നും പറഞ്ഞു. അതിനെന്താണോ? ലോകത്തിങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ? ചില സ്ത്രീകളെ പുരുഷന്മാരെ ചതിക്കും. പ്രേമത്തിന്റെ ട്രോഫിയും കൊടുത്തിട്ട് കൈയൊഴിഞ്ഞ് പൊക്കളയും. ചില സ്ത്രീകൾ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാരെ ചതിക്കും. ആരോ കൊടുത്ത ട്രോഫി കൊണ്ടുവന്ന് ഭർത്താവിന്റെ കൈ കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറയും. ആ പൊങ്കന്മാരുടെ വിചാരം അവർ മത്സരിച്ച് നേടിയെന്ന. എന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. വൈദ്യ ട്രോഫി ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നത്. ബാലട്ട് എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അതും 10-23 വർഷങ്ങൾക്ക് ശേഷം. അറിയാൻ കാരണം അലീന തന്നെയാ. അവൾ
അവളുടെ ചില ഫോൺ സംഭാഷണങ്ങൾ ഞാൻ കേൾക്കാനിടയായി. വയറ്റിൽ കത്രിക കൊണ്ട് മുറിവേറ്റ് അവള് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? അപ്പോഴായിരുന്നു അതിലൊരു ഫോൺ സംഭാഷണം. എന്റെ സ്വന്തം ചോരയല്ലേ മോളെ, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചതാ. പോലീസ് എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. ഞാനെല്ലാം തുറന്നു പറഞ്ഞ അവരുടെ ജീവിതം തകർന്നു പോകും. എന്റെ കൂടപ്പിറപ്പല്ലേ മോളെ. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ കൂടപ്പിറപ്പുകൾ, അങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ട് ആ വീട്ടിൽ കയറി ചെന്നവളല്ലേ ഞാൻ. എനിക്ക് അപ്പം മുതൽ സംശയം തോന്നി. വൈജ എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടും എത്രയൊക്കെ അപമാനിച്ചിട്ടും അലീന എന്നെ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. അതൊന്നും വേറെ ഏത് വേലക്കാരിയാണെങ്കിലും എല്ലാം കളഞ്ഞിട്ട് ഓടിക്കളയേണ്ട സ്ഥാനത്താ അവളെല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കുന്നത്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഇനി മറ്റൊന്ന്, അലീനയ്ക്ക് എന്റെ മക്കളോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും. മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അവൾ അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ ഉപദേശിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. എന്തുകൊണ്ട്? അലീനയ്ക്ക് എന്റെ മക്കളോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും. മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അവൾ അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ ഉപദേശിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. എന്തുകൊണ്ട്? ഇനി മൂന്നാമതൊന്നും, വൈജയുടെ അമ്മയെ അവള് സ്വന്തം മുത്തശ്ശി പോലെയാ ബഹുമാനിക്കുന്നതും പരിപാലിക്കുന്നതും. എത്ര ത്യാഗിനിയാണെങ്കിലും അങ്ങനെയൊന്നും ആരും ചെയ്യില്ലടോ. പിന്നെ എന്നോട് അവളുടെ സ്വന്തം അച്ഛനെ പോലെയാ അവൾ എന്നെ കണ്ടത്. ഇതൊക്കെ എന്തുകൊണ്ടാ? വൈജ അവളുടെ പെറ്റമ്മയാണെന്ന് അവൾക്കറിയായിരുന്നു. രോഹിയും ബബിതയും കൃഷ്ണയും അവളുടെ കൂടപ്പറപ്പുകളാണെന്നും അറിയായിരുന്നു. വൈജയുടെ അമ്മ സ്വന്തം മുത്തശ്ശിയാണെന്ന് അവൾക്കറിയായിരുന്നു. അതും അലീനക്കല്ലേ അറിയത്തുള്ളൂ. ബാലേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ അവളുടെ ഫോൺ ചോർത്തി. മുത്തശ്ശിയുടെ ഫോണില് കോൾ റെക്കോർഡിംഗ് ആപ്പ് സെറ്റ് ചെയ്തു. അലീനയ്ക്ക് അന്ന് സ്മാർട്ട് ഫോൺ എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അവൾക്ക് വന്ന കോൾ റെക്കോർഡിങ്സ് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ റൂമിൽ പോയിരുന്ന എൻ്റെ ഫോണിൽ വന്ന വോയിസ് ക്ലിപ്സ് ഞാൻ കേട്ടു. ഞാൻ അലീനയാ. ഫോൺ വെച്ചിട്ട് പോടിപ്പില്ലേ? നീ എന്നെ ഫോണിൽ വിളിക്കുന്നോ? നീ ആരാ? എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം അന്ന് നീയും ഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണെന്ന്. അവിടെ നടന്നൊന്നും ഇതുവരെ സാറും മേഡമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ആ സ്ത്രീയോടും ചേച്ചി രണ്ടു വാക്ക് പറഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവൂ. വേറെ ആരും കേൾക്കാതെ വിളിച്ചു മാറ്റിയിട്ട് ആ ചെവിയിലോട്ട് പറയണം, ഒരട്ട പെണ്ണുപിള്ളേ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? 22 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പെറ്റി തള്ളിയ സന്തതിയാ ഞാൻ. നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനും നിങ്ങളുടെ കൂടെ താമസിക്കാനും കൊതിച്ചു വന്ന മകളാ ഞാൻ. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോനെന്ന ഞാൻ, സ്വയപ്രയത്നം കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയ ഞാൻ, സെൽഫ് മേഡെന്ന് അഹങ്കരിച്ച് നടന്ന ഞാൻ വെറും ഒരു കീടമാണെന്ന് എനിക്കത് ഇന്ന് മനസ്സിലായി. അഴുക്ക് ചാലിക്കിടന്ന് നുളയ്ക്കുന്ന പുഴു. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്റെ മാനസികാവസ്ഥ?
മനസ്സിലായി ബാലേട്ട. ആ 23 വർഷക്കാലമായിട്ട് ഈ കൊല്ലപ്പള്ളിക്കാരനെ ചതിച്ചുകൊണ്ടിരിക്കുക. വൈജയന്തി 23 വർഷക്കാലം പതിവ്രത ചമഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ സഹിക്കൂടോ ഞാൻ? ആർക്കും സഹിക്കാൻ പറ്റില്ല ബാലേട്ട. പക്ഷെ എനിക്കിത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണമായിരുന്നു. സ്ഥിരീകരണം കിട്ടണമല്ലോ. അങ്ങനെയാണ് ഞാൻ 2 ദിവസത്തേക്ക് ആരോടും പറയാതെ ഫോണും സ്വിച്ച് ഓഫ് ആക്കി സ്ഥലം വിട്ടത്. ബാലേട്ടൻ നിന്ന് ടോട്ടലി അബ്സ്കോണ്ടിങ് ആയിരുന്നു. എവിടെയാണെന്ന് പോലും ആർക്കും ഒരു പിടിയും കിട്ടിയിരുന്നില്ല. അന്ന് ഞാൻ നേരെ നീലഗിരിക്കാ പോകുന്നു. ഗംഗേടനെ ചെന്ന് കണ്ടു. ഒരൊറ്റ ചോദ്യമേ ഞാൻ അയാളോട് ചോദിച്ചുള്ളൂ. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോ? ലഫ്റ്റനന്റ് കേണൽ യുദ്ധഭൂമിയിൽ വെച്ച് പീരങ്കി വെടി പൊട്ടിക്കുമ്പോ നല്ല ധൈര്യത്തിൽ നെഞ്ചു വിരിച്ചു നിൽപ്പുണ്ടായിരിക്കും. കൺമുന്നിൽ ബോംബ് വീണ് പൊട്ടിത്തെറിക്കുമ്പോ ഒട്ടും പതറാതെ സൈനികരെ നയിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ അയാള് നടുങ്ങി വിറച്ചുപോയി. എന്നാ പറഞ്ഞു പെങ്ങേട്ടൻ? സമ്മതിക്കാതെ പറ്റത്തില്ലല്ലോ. സമ്മതിച്ചു. 23 വർഷക്കാലമായിട്ട് ചതിക്കുകയാണെന്ന് സമ്മതിച്ചു. എല്ലാം മറച്ചു വെച്ചിട്ടാണ് പെങ്ങളെ കല്യാണം കഴിച്ചു തന്നതെന്ന് സമ്മതിച്ചു. തത്ത പറയുന്ന പോലെ സകല കഥകളും ഏറ്റുപറഞ്ഞു. ബാലേട്ടൻ എങ്ങനെ അതൊക്കെ കേട്ടുന്നു? എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പാലായിലേക്ക് തിരിച്ചു വന്നത്. അറുവാളോറൊക്കെ എടുത്ത് ഞാൻ ലോഡ് ചെയ്ത് വെച്ചതാ. പക്ഷെ മദ്യപിച്ചത് കൂടിപ്പോയി. കൂനൂര് മുതൽ പാലായിൽ എത്തിച്ചേരുന്നതുവരെ ഞാൻ എന്തുമാത്രം മദ്യപിച്ചു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ടെൻഷൻ. കൊല്ലാനും ചാകാനും തീരുമാനിച്ചവന്റെ ടെൻഷൻ തനിക്കറിയൂ? ഇല്ലടോ, ഇല്ലടോ. അനുഭവിക്കണം, അനുഭവിക്കണം. അതറിയണമെങ്കിൽ ആ ടെൻഷനില്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. എനിക്ക് മനസ്സിലായി ബാലേട്ട. അന്ന് അലീനയാണ് എന്റെ ജീവൻ പിടിച്ചു നിർത്തിയത്. അലീനയാണ് ആംബുലൻസ് വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എന്നെ തന്നെ ഒന്ന് മയപ്പെടുത്തി. എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ബാലചന്ദ്ര, നിന്റെ കയ്യിൽ ബോംബുണ്ട്. അത് നിന്റെ ശത്രുവിനെതിരെ പ്രയോഗിക്കാനുള്ളതാ. അത് പൊട്ടിക്കാനുള്ള സമയമേതാണെന്ന് നീ ബുദ്ധിപൂർവ്വം തീരുമാനിക്കാമെന്ന്. വീട്ടിലെത്തി ഞാൻ അപ്സ്റ്റെയറിലേക്ക് താമസം മാറ്റി. അവിടെ നിന്നുകൊണ്ട് ഞാൻ എല്ലാരെയും വാച്ച് ചെയ്തു. അലീന എന്റെ വീട് സ്വന്തം വീട് പോലെ കാണുന്ന എന്റെ രഹസ്യം എനിക്ക് അപ്പോഴേക്കും മനസ്സിലായി കഴിഞ്ഞു. എല്ലാവരും അവളുടെ കുടുംബാംഗങ്ങളാ. ഞാൻ അവളുടെ അച്ഛനാ. എന്നെയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതും. മാത്രമല്ല, അവളാണ് എന്റെ ആയുധം. വൈജയന്തിയെ തകർത്ത് കളയാനുള്ള ബോംബ്. സമയമാവട്ടെ, പൊട്ടിച്ചു കളയാന്ന് ഞാൻ കാത്തിരുന്നു. അപ്പോഴാ അലീന എന്റെ വീട്ടിൽ നിന്ന് പോവാൻ തീരുമാനിച്ചത്. അതിനെന്തായിരുന്നു കാരണം? തനിക്കറിയാം, അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരേ നിർബന്ധം വൈജയ്ക്ക്, പിന്നെ അവളുടെ ആങ്ങളമാർക്കും. ശിവേട്ടനും രാജീവനും ഒക്കെ ഫ്ലൈറ്റ് പിടിച്ച് ഉടനെ പറന്നെത്തി. അലീനയാണെങ്കിൽ പോവാൻ റെഡിയായിട്ട് നിൽക്കുക. അവളെ കൊണ്ടുപോകാനായിട്ട് എറണാകുളത്തുനിന്ന് മാമച്ചനും രേവതിക്കുട്ടിയും അയാളുടെ ഭാര്യ എത്തി. അലീന യാത്ര ചോദിക്കാൻ എന്റെ റൂമിൽ വന്നു. അപ്പൊ ഞാൻ ചെറിയൊരു ബോംബ് പൊട്ടിച്ചു.
അലീന, എന്നോട് ക്ഷമിക്കണേ. ദൈവത്തെ ഓർത്ത് പൊറുക്കണേ. എല്ലാരെയും കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ. തെറ്റായി പോയി. ക്ഷമിക്കണേ. അപ്പൊ അലീനയ്ക്ക് അറിയാം അല്ലേ ബാലേട്ടൻ എല്ലാ രഹസ്യവും മനസ്സിലാക്കിയെന്ന്? ഞാൻ തന്നെ അവളോട് പറഞ്ഞു. ഞാൻ പൊട്ടിത്തെറിക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിയോ? നീ ഇവിടെ ഉള്ളതുകൊണ്ട്. നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ ഈ ബോംബ് പൊട്ടിക്കും. പിന്നെ വൈജി ഈ വീട്ടിലുണ്ടാവത്തില്ല. ഞാൻ വൈജിയുടെ ഭർത്താവുമായിരിക്കില്ല. ഈ കുടുംബം ചിന്നിച്ചെതറി പോവുന്നു. അങ്ങനെയാ സകലരും എതിർത്തിട്ടും അനിൽ എന്റെ വീട്ടിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. അപ്പോഴേക്ക് എല്ലാരും കൂടെ അവിഹിതമെന്തോ ആരോപിച്ചില്ലേ? അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയാ എനിക്ക് ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് അവളെന്നുള്ള കഥ പടച്ചുണ്ടാക്കിയത്. പക്ഷെ വൈജയ്ക്ക് അതൊന്നും പോരാ. അലീനയെ ഇറക്കി വിട്ടാലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവള് വീട് വിട്ടുപോകും. പോയി. അതോടെ അലീന ഒരു തീരുമാനം എടുത്തു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി എന്റെ വീട്ടിൽ താമസിക്കില്ല. അവള് വീട് വിട്ടു പോവും, എനിക്ക് ഉറപ്പാ. ശ്ശോ, കഷ്ടം. അതേടോ, കഷ്ടാണ്. 23 വർഷം അനാഥയായിട്ട് ജീവിച്ചു. സ്വന്തം വീട് കണ്ടെത്തി അവിടെ എത്തിയപ്പോ സ്വന്തം പെറ്റ തള്ള തന്നെ അടിച്ചിറക്കുന്ന അവസ്ഥ. സത്യം. അത് നീതിയല്ലല്ലോ ഗോവർദ്ധൻ. എന്റെ കുടുംബത്തിൽ ഓരോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അലീനയാണ് കൂടെ നിന്ന് പരിഹരിച്ചത്. എന്റെ കുടുംബം നേരെ നിർത്തിയത് അവളാ. അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ ഒരു മനുഷ്യനല്ലേടോ. അവളോട് എനിക്ക് കടപ്പാടുണ്ട്. മറക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്ര തീരുമാനിച്ചത് തന്നെ. ഗംഗേട്ടനെ പോയി കണ്ടത്. ഞാൻ ഏറ്റവും വെറുക്കേണ്ട മനുഷ്യനാ ഈ സ്റ്റാൻലി ജോസഫ്. പക്ഷെ അലീനയ്ക്ക് വേണ്ടിയാ ഞാൻ അയാളുടെ വീട്ടുമുറ്റത്ത് പോയത്. അയാൾക്കൊരു മകളുണ്ടെന്ന് അറിയിക്കാൻ. അവളെ ഏറ്റെടുക്കാൻ അയാൾക്ക് മനസ്സുണ്ടെങ്കിൽ വിട്ടു തന്നേക്കുമെന്ന് പറയാൻ. ബാലേട്ട, ഞാനും ബാലേട്ടനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത അലീനയെ ബാലേട്ടൻ എന്തിനാ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന്. ഞാനും സുലുവും കൂടി ബാലേട്ടനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല ബാലേട്ടൻ. ബാലേട്ടൻ വലിയ ആളാ, വലിയ മനസ്സുള്ള ആളാ. ഞാനിപ്പോഴാ ബാലേട്ടന്റെ വലിപ്പം കാണുന്ന. ഒന്നുമല്ലടോ, ഒന്നുമല്ല. ഞാൻ വെറും കീടം, ഓടെ കൂടെ ഒഴുകുന്ന പുഴു. അലീന പോയി കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ?
ഞാൻ വൈജയുടെ ഭർത്താവായിട്ടിരിക്കുവോ? വൈജ എന്റെ ഭാര്യാസ്ഥാനത്തേക്ക് തിരികെ കയറുവോ? ഇല്ലടോ, ഇല്ല. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. താൻ വണ്ടി എടുക്ക. ലക്ഷണം കണ്ടിട്ട് അലീന ചേച്ചിക്ക് പറ്റിയ ഷെൽട്ടർ കണ്ടുപിടിച്ചെന്നാ തോന്നുന്നത്. എനിക്കിത് കേട്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷെ അവിടെ കിട്ടിയ അതിനേക്കാൾ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം വേറെ ഇല്ല. അച്ഛൻ ചേച്ചിക്ക് പോകാനുള്ള സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത് ഉറപ്പാണോ? എനിക്ക് നിങ്ങളെക്കാളൊക്കെ വിഷമമുണ്ട്. അടക്കി പിടിച്ചിരിക്കുക.